അങ്ങനെ കെട്ടുതേങ്ങ പിരിച്ചും നെടിയരി പിടിച്ചും അമ്മമാരെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളാണ് ആർ ശങ്കർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 10-15 സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ആ സ്ഥാപനങ്ങളിൽ വരുന്ന നിയമനങ്ങളിൽ മുഴുവൻ വരുന്ന പണം വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എവിടെ ഉപയോഗിച്ചിട്ട്, എങ്ങനെ ഉപയോഗിച്ചിട്ട്? ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടെ സാർ, ഇതിനു മുമ്പ് ഇരുന്ന വെള്ളാപ്പള്ളി നടേശൻ വരുന്നതിന് മുമ്പ് ഇരുന്ന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപിനാഥനായിരുന്നു. ഡോക്ടർ രാഹുലിനായിരുന്നു പ്രസിഡന്റ്. ഇവരിരുന്ന സമയത്ത് 5 എയ്ഡഡ് കോളേജുകൾ കേരളത്തിൽ സ്ഥാപിച്ചു. കൊയിലാണ്ടി, അടിമാലി, പൂത്തോട്ട, കോന്നി, ഒരെണ്ണോടെ ഉണ്ട്, എൻ്റെ ഞാൻ വിട്ടുപോയി. ഈ 5 എയ്ഡഡ് കോളേജുകൾ അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, SNDP യോഗത്തിന് ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കെ കരുണാകരൻ 50 സെന്റ് ഭൂമി കൊല്ലം ഹൈവേയുടെ സൈഡിൽ സൗജന്യമായി SNDP യോഗത്തിന് എഴുതി കൊടുത്തു. താങ്കളിത് പോയി പരിശോധിച്ചു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയട്ടെ. ആ 50 സെന്റ് ഭൂമി ഇന്ന് കൊല്ലം ജില്ലയിലെ മുഴുവൻ വേസ്റ്റും ഡംപ് ചെയ്യുന്ന സ്ഥലമായിട്ട് കിടക്കുകയാണ് 30 വർഷമായിട്ട്. ഇന്നും SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുന്നത് SN ട്രസ്റ്റിന്റെ പേരിലുള്ള സ്ഥലത്താണ്. അവിടെ ഒരു ആസ്ഥാന മന്ദിരം സ്വന്തം സ്ഥലത്ത് SNDP യോഗത്തിന്റെ ഭൂമിയിൽ പണിയാൻ കഴിയാത്ത ഒരു നേതാവാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ.